അനന്തൻ മുണ്ടക്കയിൽ എത്ര സമയം അദ്ദേഹം ചെലവഴിക്കും, ഏതൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് അദ്ദേഹം പോവുക, അവിടുത്തെ തിരച്ചിൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ദിവസം മുണ്ടക്കയിൽ നിന്ന് മോഹൻലാൽ പുഞ്ചിരിമട്ടയിലേക്ക് തിരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് അധിക സമയം വേണ്ട. അദ്ദേഹം വാഹനത്തിലാണ് വരുന്നത്, സൈന്യത്തിന്റെ തന്നെ വാഹനത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അധിക സമയം വേണ്ട. ഉടൻ തന്നെ അവിടുന്ന് ഒരു കയറ്റം കയറി ഒന്ന് രണ്ട് വളവുകൾ തിരിഞ്ഞാൽ വാഹനത്തിൽ പെട്ടെന്ന് എത്താൻ കഴിയും. അതൊരു പക്ഷേ വലിയ കയറ്റവുമാണ്. അദ്ദേഹം വരുന്നത് കാത്ത് ഇവിടെ വോളണ്ടിയേഴ്സും ഒപ്പം തന്നെ കരസേനയുടെയും വിവിധ സേനാ വിഭാഗത്തിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരും ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുമൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വരവ് അവർക്ക് വലിയ പ്രചോദനമാകും. നമുക്ക് മുന്നിൽ ഈ കാണുന്ന ഈ ചെറിയ പാലം, ഞാൻ നേരത്തെ ദിവിഷിനെ കാണിച്ചു തന്നിരുന്നു. ആ പാലത്തിലൂടെ ആകും മോഹൻലാലിന്റെ വാഹനം കടന്നു വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് JCBക്കും ഒക്കെ കടന്നു വരാൻ വേണ്ടി അവരുണ്ടാക്കിയ താൽക്കാലിക പാലമാണ്. അപ്പോൾ ആ പാലം കടന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് ആ വാഹനത്തിൽ വരാൻ പറ്റും എന്നാണ് സേനാ വിഭാഗങ്ങൾ പറഞ്ഞത്. അത് ഒരുപക്ഷെ ആ പാലത്തിന്റെ ഒരു ബലം പരീക്ഷിക്കുന്നത് കൂടിയാകും. ഏതായാലും മോഹൻലാൽ അല്പസമയത്തിനകം കൂടുതൽ ഉദ്യോഗസ്ഥർ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് മുന്നിൽ കാണുന്ന നമ്മുടെ ഫ്രെയിമിലിരിക്കുന്ന ഈ വഴി, ആ വഴിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ വാഹനം കടന്നു വരേണ്ടത്. അദ്ദേഹത്തിനൊപ്പം മറ്റ് സേനാ ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കടന്നു വരേണ്ട വഴിയാണത്. ആ വഴിയിൽ അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിലവിലുള്ള സേനാ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അധികം സമയം വേണ്ട, അല്പസമയത്തിനകം അദ്ദേഹം വരും. ഇവിടെ അദ്ദേഹത്തെ കാത്ത് ഒരുപാട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇപ്പോഴും മോഹൻലാൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ നിരന്തരം മഴ മാറുകയും പെട്ടെന്ന് പെയ്യുകയും ചെയ്യുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഒരു മഴ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ നിരന്തരം ഈ ചെളിയിലും വെള്ളത്തിലുമൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അവർക്ക് മോഹൻലാലിനെ പോലെ ഒരാൾ, അവരുടെ പ്രത്യേകിച്ച് ഈ ടെറിട്ടോറിയൽ ആർമിയുടെ സേനാംഗങ്ങൾക്ക് അവരുടെ ലഫ്റ്റനന്റ് കേണൽ ഇവിടേക്ക് വരുന്നത് വലിയ ഒരു പ്രചോദനമായിരിക്കും. അവിടെ നിന്ന് വിസിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. വിസിലടിച്ച് അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാഹന വ്യൂഹം ഇങ്ങോട്ട്, അദ്ദേഹവുമായി വരുന്ന വാഹനം ഇങ്ങോട്ടേക്ക് തിരിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മോഹൻലാൽ വരുമ്പോൾ അദ്ദേഹത്തെ ഈ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിക്കാൻ കൂടിയാണ് ഈ കരസേനാ ഉദ്യോഗസ്ഥർ, ഈ വിവിധ സേനാംഗങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു വലിയ ദുരന്തം, മഹാദുരന്തത്തിന്റെ എല്ലാ വ്യാപ്തിയും പ്രകടമാകുന്ന ദൃശ്യങ്ങളാണ് ഈ പുഞ്ചിരിമട്ടയിലുള്ളത്. ഇതിന് തൊട്ട് മുകളിലായിരുന്നു ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് വലിയ കല്ലുകളും ഒക്കെ കിടക്കുന്ന ഒരു ഭീകരമായ ദൃശ്യമാണ് ഇവിടെ കാണാൻ കഴിയുക. ഒരുപക്ഷെ മോഹൻലാലിനെ പോലെ ഒരാൾ ഇവിടേക്ക് എത്തുമ്പോൾ ഈ എത്രത്തോളം വലിയ ദുരന്തമായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം മേപ്പാടിയിലൊക്കെ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് ആ ജനങ്ങളുടെ ദുരിതം, അവരുടെ വേദനയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വാസസ്ഥലം ഇല്ലാതാക്കിയ, അവരുടെ വീടും ആ പ്രകൃതിയുടെ താണ്ഡവം, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഓരോ ആൾക്കാർക്കും മനസ്സിലാക്കാൻ ഈ പുഞ്ചിരിമട്ടയിലേക്ക് വരണം. ഇവിടെ വരുമ്പോഴാണ് അതിന്റെ വ്യാപ്തി മനസ്സിലാവുക. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഒപ്പം ചേരുകയും അവർക്ക് കൂടുതൽ പ്രചോദനമാകുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നേതാക്കളും ഒപ്പം തന്നെ മോഹൻലാലിനെയൊക്കെ പോലുള്ള ജനങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരും ജനങ്ങൾ അവരുടെ ഒരാളായിട്ടാണ് എപ്പോഴും കരുതുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അവരുടെ മനസ്സിൽ വേരാഴ്ത്തിയ ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഈ മണ്ണിൽ ഈ കല്ലുകളോടും ഈ ചെളിയോടും പടവെട്ടിക്കൊണ്ട് അനന്തനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് അദ്ദേഹം എത്തുകയാണ്. ഈ ഒരു വലിയ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. അനന്തൻ തുടരാം. അതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർ ഈ നമ്മൾ കാണുന്നത് മുണ്ടക്കയിലെയും ഒപ്പം തന്നെ മോഹൻലാൽ ഇപ്പോൾ പുഞ്ചിരിമട്ടത്തേക്കും പോവുകയാണ്. അവിടെ നിന്നാണ് ഈ ദുരന്തം ആദ്യം തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് ഇരമ്പിയാർത്ത് ചൂരൽമലയെയും എല്ലാം വിഴുങ്ങിക്കൊണ്ടാണ് അങ്ങ് ചാലിയാറിലേക്ക്, പോത്തുകല്ലിലേക്ക് ആളുകളെ ചിന്നിച്ചിതറിച്ചെത്തിച്ച ദുരന്തം. അതിൻ്റെ ഭീകരത, അല്ലെങ്കിൽ എത്രത്തോളം വലിയ ആഘാതമാണത് മനുഷ്യ മനസ്സുകളിൽ ഏൽപ്പിച്ചത് എന്ന് കണ്ടറിയുക കൂടിയാണ് മോഹൻലാൽ. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. അവിടെ കൂടുതൽ ആളുകളെ കാണുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിനിധികൾ പോലും അവിടെ എത്തുമ്പോൾ ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയില്ല, പല വലിയ ദുഃഖങ്ങളും ഏറ്റാൽ ഒരുപക്ഷെ നമ്മൾക്ക് കരയാൻ പറ്റാതായി പോകും. നമ്മുടെ ചില പ്രിയപ്പെട്ടവർ മരിച്ചാൽ
നമ്മുടെ കണ്ണീര് വരാതായി പോകും. ദിവസങ്ങളോളം എന്തോ ഒരു മരവിപ്പിലായിരിക്കും മനുഷ്യൻ നിന്ന് പോവുക. അപ്പോൾ നമ്മൾ തന്നെ ആഗ്രഹിച്ചു പോകും, ഒന്ന് കരഞ്ഞു പോയിരുന്നെങ്കിൽ, എൻ്റെ കണ്ണീരൊന്ന് പുറത്തുപോയി ആ ദുഃഖത്തിൻ്റെ ഭാരം, നമ്മുടെ നെഞ്ചിൽ ഒരു കനം എങ്ങനെ ഇരമ്പി നിൽക്കും, അതൊന്ന് അഴിഞ്ഞു പോയെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ കരയാൻ കഴിയില്ല. അങ്ങനെയുള്ള കുറേ മനുഷ്യരവിടെയുണ്ട്. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരൊന്ന് ഇടറുന്നു, അവരുടെ കണ്ണിൽ നിന്നൊരു ഇറ്റ് വീണാൽ അവർക്ക് അതൊരു ചെറിയ ആശ്വാസമാണ്. അവരുടെ നെഞ്ചകത്തെ ആ ചൂട് കനം അതൊരല്പം കുറഞ്ഞാൽ അവർക്ക് അല്പം ഒരു ആശ്വാസം കിട്ടും. അതാണ് നമ്മൾ അവരോട് കൂടുതൽ സംസാരിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഈ ആഘാതമേറ്റവരുമായി കൂടുതൽ ഇടപഴകേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ്. പലരും ആളുകൾ പറയും ഈ ഒരു നൊമ്പരത്തിൽ നിൽക്കുന്നവരോട് എന്ത് പറയാൻ, നമുക്കൊന്നും പറയാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ അവരോട് സംസാരിക്കുകയാണ് വേണ്ടത്. നമ്മൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ പറയും. അവരെ ആ വേദനയിൽ നിന്ന് അകറ്റുന്ന നിലയിലേക്ക് അവരോട് സംസാരിച്ച് അവരെ ആ പഴയ നിലയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ